സുബ്ഹോ ലാബുലബറോ വൽറൂഹോ ഖാദിസോ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിന്റെ ദിനമാണ്. എല്ലാ ഇടവക വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു ദിനമാണല്ലോ ഇന്ന്. ഇടവക വൈദികരെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ മക്കൾക്കായി ഇടവകയിൽ തന്നെ താമസിച്ച് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും നല്ല കർത്തവ്യം. അവിടെ ശുശ്രൂഷകൾ ഏറ്റവും നന്നായി ചെയ്യുന്നതിന്, അവരെ ബലപ്പെടുത്തുന്നതിന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ഇടവക വൈദികരെയും പ്രത്യേകം ഈ പരിശുദ്ധ കുർബാനയെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ആഴ്സിലെ ഇടവകയിൽ ഒരു ജനത്തിന്റെ മുഴുവൻ അഭിഷേകത്തിന് കാരണമായ ഒരു വൈദികൻ പട്ടണത്തിൽ മോശമായിരുന്നു എന്നതിനപ്പുറം പ്രാർത്ഥനയിലും ജപമാലയിലുമെല്ലാം ഭക്തിനിർഭരമായി പ്രാർത്ഥിച്ച് ഒരു വൈദികനായി അഭിഷിക്തനായ ജോൺ മരിയ വിയാനി അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ജനത്തിനായി സമർപ്പിച്ചു. കുമ്പസാര കൂടുകളിൽ അദ്ദേഹം മണിക്കൂറുകൾ ചെലവഴിച്ചു. അതുകൊണ്ട് ആഴ്സ് ഒരു വിശുദ്ധിയുടെ സ്ഥലമായി തീർന്നു. ഇന്ന് സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ വിശ്വസ്തനായ വൃദ്ധനെ പോലെ എല്ലാ ഇടവക വൈദികരും വിശുദ്ധിയിൽ ജീവിക്കുന്നതിന്, ഏറ്റവും നല്ല മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരായി തീരുന്നതിന് നമുക്ക് എല്ലാ വൈദികരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് മാതൃകയായി കടന്നുപോയ വന്യപിതാക്കന്മാര്, വൈദികര് എല്ലാവരെയും പ്രത്യേകം ഈ പരിശുദ്ധ ബലിയിൽ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ വന്യ വൈദികരോട് ചേർന്ന് ഇടവക വൈദികനായിരിക്കുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിന് നന്ദി പറഞ്ഞും ഈ പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കൊന്നു ചേർന്ന് ഈ വിയാനിയുടെ ദിനത്തിൽ ഈ പരിശുദ്ധ കുർബാനയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി സഭ മുഴുവനായും പ്രത്യേക നിയോഗങ്ങൾക്കായും ഈ പെരുന്നാൾ ദിനത്തിൽ അർപ്പിക്കുന്നതിന് യോഗ്യനാവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ. ലോകം താത സഹോദര ജാതിയതും തറവാടും ആകെയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ സദാ കാലം സ്മരണം ചെയ്വതു നന്നേറ്റം. തൂക്കപ്പെട്ടു മരത്തിൽ വിലാവു തുറന്നാച്ചവളം രക്തം വെള്ളമോടൊഴുകും മിശിഹായി സഹദേന്മാർ കണ്ടങ്ങോടി മരിപ്പാനായി കർത്താവിൻ പേർക്കെല്ലാരും വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവിയടിയാരകിലാധാരമതാ വെളിവും നീ കാന്ത്യ ഞങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പിക്കും
വസിക്കും പുണ്യനിധി പരിശുദ്ധ വേണ്ട കഷ്ടത ദുശ്ചിന്തയുമടിയാരിനൊഴിക്ക സൽക്രിയകൾക്കു മനഃശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾക്ക് കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യകമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധാത്മാവിനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ തമ്പുരാനേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. കാദീശ ആലോഹോ കാദീശ ഹൈസോനോ കാദീശ ലോമോയുസോ ദസ്തലബത്ത് ഹലോപായിൻ യസ്രാഗാമാല കാദീശ ആലോഹോ കാദീശ ഹൈസോനോ കാദീശ ലോമോയുസോ ദസ്തലബത്ത് ഹലോപായിൻ യസ്രാഗാമാല കാദീശ ആലോഹോ കാദീശ ഹൈൽസോനോ കാദീശ ലോമോയുസോ ദസ്തലബത്ത് ഹലോപായിൻ യസ്രാഗാമാല കുറിയേലായിസോ 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 പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽകട്ടെ ഇദേവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച
മാതൂതൻ താനേക്കും സഭതൻ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു ധന്യൻ. വിശുദ്ധ പൗലോസ്ലീഹ തീമോഥെയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ബാറയ്ക്കുമോ. ശ്ലീഹായുടെ ഉടയവന് സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇപ്പറഞ്ഞവയെല്ലാം നീ അധികാരപൂർവം പഠിപ്പിക്കുക. ആരും നിന്റെ പ്രായക്കുറവിന്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത്. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുന്നതുവരെ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുമായിരിക്കണം. പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവനം അവഗണിക്കരുത്. ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക. അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക. അങ്ങനെ എല്ലാവരും നിന്റെ പുരോഗതി കാണാനിടയാകട്ടെ. നിന്നെക്കുറിച്ചും നിന്റെ പ്രബോധനത്തെ കുറിച്ചും ശ്രദ്ധിക്കുക. അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. ബാറയ്ക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിയാഗങ്ങളണച്ചിടുവിൻ കർത്തൃപ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹാമുൻപിൽ. ഹല്ലേലൂയ. ബാറയ്ക്കുമോർ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനിരിക്കുന്നവനുമായ അവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷകനുമായ യേശു മിശിഹായുടെ ഈ ലോകവാസകാലത്ത് ഇവ ഇപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോ കർത്താവ് പറഞ്ഞു, വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകമായ കാര്യസ്ഥനാരാണ്. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തന്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തന്റെ യജമാനൻ വരാൻ വൈകും എന്നുള്ളിൽ കരുതി യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നും കുടിച്ച് ഉന്മത്തനാകാൻ തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വാസികളുടെ കൂടെ ആക്കുകയും ചെയ്യും. യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത വൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാത്തതിനെയാണ് ഒരുവൻ ശിക്ഷയ്ക്ക് അർഹമായ തെറ്റ് ചെയ്തെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽക്കപ്പെട്ടവനിൽ നിന്ന് അധികം ചോദിക്കുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ.
ശുദ്ധൻ 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 നീനാദ ഉയരവർക്കാദീശൻ നാർത്തു മൺമയ സ്വസ്ഥാനെ പൂജ്യൻ മേലുയരങ്ങളിലൻ പ്രിയസുതനിവനെന്നുര ചെയ്തു താതൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ജോൺ മരിയ വിയാനിയുടെ ഫീസ്റ്റിന്റെ ഈ നാളിൽ ഫീസ്റ്റിൻ്റെതായ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് നേരുകയാണ്. ഇടവക വൈദികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശുശ്രൂഷയെ ഓർക്കുന്നതിനും ശുശ്രൂഷയെ ബലപ്പെടുന്നതിനും ഇടവകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ വിയാനിയുടെ മധ്യസ്ഥത്തിൽ പരിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ല ദിവസം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടവക വൈദികരുടെ ദിനം എല്ലാ ഇടവക വൈദികരുടെയും തിരുനാളായി ആഘോഷിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഫീസ്റ്റിൻ്റെതായ മംഗളങ്ങൾ ആശംസിച്ച നിങ്ങൾക്ക് എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി ഈ സമയം അറിയിക്കുന്നു. ഒരു ഇടവക വൈദികന്റെ സന്തോഷം ഇടവക മക്കളോട് ചേർന്ന് ഒരു കുടുംബമായി ഇരിക്കുക എന്നുള്ളതാണ്. അതിന് ഞങ്ങൾക്ക് മാതൃകയായി നിൽക്കുന്നത് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതമാണ്. ജോൺ മരിയ വിയാനി പഠിക്കാൻ മണ്ടനാണ് എന്നാണ് പറയപ്പെടുക. എന്നാൽ അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ പറഞ്ഞത് അദ്ദേഹം മണ്ടനായിരുന്നു എന്നുള്ളതല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിന് ഭാഷ പഠിക്കുവാനുള്ള ഒരു കപ്പാസിറ്റി കുറവായിരുന്നു എന്നുള്ളതാണ്. അന്നേ ദിവസങ്ങളിലുള്ള സെമിനാരി പഠനത്തിന് ആവശ്യമായ ഭാഷ പഠിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പല വിഷയങ്ങളും പഠിക്കാനുള്ള കഴിവില്ലായിരുന്നു എന്ന് പറയാനുള്ള കാരണം. എന്നാൽ ആ കഴിവ് കൊടുക്കാത്ത ദൈവം അതിനുപരിയുള്ള വലിയ കഴിവുകൾ അദ്ദേഹത്തിന് നൽകി. ഒന്ന് അദ്ദേഹത്തിന് നൽകാതിരുന്നപ്പോൾ മറ്റു പലതും അദ്ദേഹത്തിന് നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് അധികാരികൾ ഏറ്റവും അവസാനം അദ്ദേഹത്തിന് പട്ടം നൽകാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനവും ഇത് തന്നെയാണ്. സ്വർഗം അത് ആഗ്രഹിച്ചു. ജോൺ മരിയ വിയാനി എന്ന ഒരു വലിയ വിശുദ്ധൻ ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി സ്വർഗത്തിൽ ഉണ്ടാകണമെന്ന് സ്വർഗപിതാവ് ആഗ്രഹിച്ചു. മറ്റെല്ലാ കാര്യങ്ങൾക്കും പഠന വിഷയങ്ങൾക്കെല്ലാം മണ്ടനാണ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഒരു ലോകത്തിന് മുഴുവൻ അനുഗ്രഹമുള്ള ഒരു വിശുദ്ധനായി മാറി എന്നുള്ളത് സ്വർഗം ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ്. ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർപ്പിച്ചു, ഒരു വിശ്വസ്തനായ കാര്യസ്ഥൻ. തന്റെ യജമാനൻ ആഗ്രഹിച്ചത് ഒരേ ഒരു കാര്യം, യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുക. അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് സ്വർഗം ആഗ്രഹിക്കുന്ന വിധത്തിൽ ചെയ്തു തീർക്കുക. ആഴ്സിലെ ഈ വന്യ വൈദികനെ പോസ്റ്റ് ചെയ്യുമ്പോൾ, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ആ ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. തന്റെ മക്കൾക്ക് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടവക ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇടവക ജനം കർത്താവിന്റെ വലിയ അനുഗ്രഹത്താൽ ഇടവകളിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ജനത്തിന് നൽകാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുക. അദ്ദേഹം ആഴ്സിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ കുഞ്ഞിനോട് ചോദിച്ച ചോദ്യം അത് തന്നെയാണ്, എനിക്ക് ആഴ്സിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുമോ? ആ കുഞ്ഞു പറഞ്ഞു, അത് പറഞ്ഞു തന്നാൽ എനിക്കെന്താണ് നേട്ടം? അദ്ദേഹം പറഞ്ഞു, നീ ആഴ്സിലേക്കുള്ള വഴി പറഞ്ഞു തന്നാൽ ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം. ഈ സ്വർഗത്തിലേക്കുള്ള വഴി പരിശുദ്ധമായ കുമ്പസാരത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഈ ഇടവക വൈദികന് മനസ്സിലായി. ഇപ്പോഴും ആഴ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു പുണ്യവസ്തുവായി ആ കുമ്പസാരക്കൂട് നിലനിൽക്കുകയാണ്. ആ കുമ്പസാരക്കൂടിലായിരുന്നു ഈ വന്യപുരോഹിതന്റെ ജീവിതം മുഴുവൻ. മണിക്കൂറുകൾ ചെലവഴിച്ച് അവിടെയുള്ള മനുഷ്യമക്കള് വന്ന് ഈ മനുഷ്യനോട്, ഈ പുരോഹിതനോട്
കുമ്പസാരിച്ച് വിശുദ്ധി പ്രാപിച്ചു. ആഴ്ചയിലെ ഈ കുമ്പസാരക്കാരൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാതൃകയാണ്. അനുരഞ്ജനം എന്ന കൂദാശ അത്രയും പ്രധാനപ്പെട്ടതാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഒരു വന്യ പുരോഹിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മധ്യസ്ഥത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിശ്വസ്തനായ കാര്യസ്ഥനായിരിക്കാൻ, ജോലിക്കാരനായിരിക്കുവാൻ ഞങ്ങളോടുള്ള ഒരു വലിയ അനുഗ്രഹമായി അദ്ദേഹം സ്വർഗത്തിലുണ്ട് എന്നുള്ള സന്തോഷം. ഇടവക വൈദികരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മാതൃക, ജീവിത മാതൃക ഞങ്ങളുടെ ഇടവകയിലെ ശുശ്രൂഷകളിൽ ഞങ്ങളെ ബലപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ മാതൃക ഞങ്ങൾ സ്വീകരിക്കുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ മാതൃക ഞങ്ങളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നടക്കാൻ, ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾക്കിടവരുത്തും എന്ന് ഞങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിയാനി ദിനത്തിൽ നിങ്ങൾക്കായി ഞങ്ങൾ പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇടവകയിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ അജഗണത്തെ സ്വർഗത്തിലെത്തിക്കുവോളം അത് ശുശ്രൂഷ നിരയിൽ കർമ്മനിരതരായി യാത്ര ചെയ്യുന്നതിന് ഞങ്ങൾക്കായി നിരന്തരം നിങ്ങളും പ്രാർത്ഥിക്കണം. വിയാനി ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് നേരുന്നു. എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് ഇടവകയിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഇടവക വൈദികരെ പ്രത്യേകം സമർപ്പിക്കാം. അവരിടവകയിൽ താമസിക്കുന്നത് ഒരു കുടുംബമായി, ഒരു കൂട്ടായ്മയായി നമ്മളോടൊത്ത് ആയിരിക്കുവാനാണ്. അതാണ് ഞങ്ങളുടെ വലിയ സന്തോഷം. ആ ഒരു സന്തോഷത്തിന്റെ ഈ ദിനത്തിൽ എല്ലാവിധമായ മംഗളങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ഞങ്ങൾക്കായി നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മിരിയാനിയുടെ വലിയ മധ്യസ്ഥതയിൽ ഇപ്പോഴത്തെ കോവിഡ് കാലത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ മധ്യസ്ഥത ഈ കോവിഡ് രോഗബാധയെല്ലാം അവസാനിക്കുന്നതിന് സ്വർഗത്തോട് ചേർന്ന് അദ്ദേഹവും പ്രാർത്ഥിക്കും. അദ്ദേഹത്തോട് ചേർന്ന് ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാം. പിതാവേ, ഏറ്റവും നല്ല ഒരു അഭിഷേകമുള്ള ഒരു വൈദികനെ ആഴ്സിൽ ഈ ലോകത്തിന് നൽകിയ പിതാവേ, ഈ ഒരു മഹാമാരിയിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിക്കുവാൻ, അനുരഞ്ജനം എന്ന കൂദാശയിലൂടെ കൂടുതൽ നിന്നിലേക്ക് അടുക്കുവാൻ ഞങ്ങളെയും ആകർഷിക്കണമേ എന്ന് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പിതാവായ ദൈവം നമ്മുടെ പ്രാർത്ഥന ആഴ്ചയിലെ വിശുദ്ധനായ ജോൺ മരിയ വിയാനിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ വിശുദ്ധനോട് ചേർന്ന് മധ്യസ്ഥത യാചിച്ച് ഈ പരിശുദ്ധ ബലി നമുക്ക് പൂർത്തീകരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Barkimos tomen kalos നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനസ്സിനാകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് നയിച്ച ഉന്നതം ശ്രേഷ്ഠനും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിലയ രക്തത്താ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാനാചാര്യരുമായ കർത്താവിന് സ്തുതി. ദൈവികമായ ഈ പരിശുദ്ധ കുർബാന നിനക്ക് അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും നടായുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബാർക്കിമോർ കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാദതയാൽ നിന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ എന്തായതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന് ധനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
ആമേൻ. സ്വന്താട്ടിൻ കൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമയുടേവനെ നിനക്ക് സ്തുതി. ഭൂമിയിൽ നിന്യം പൂഴിയായ എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ നിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണാപൂർവം നീ അർഹനാക്കി. നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമായ മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോബേന്മാരുടെയും നിന്നെ പരിശുദ്ധനെന്ന് കീർത്തിക്കുന്ന ശ്രോപ്യന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ നിനക്ക് ഞാൻ സ്തോത്രമർപ്പിക്കുന്നു. അഗ്നിമയമായ ഈ സ്ഥലത്ത് അഗ്നിജ്വാലയുടെ സിംഹാസനവും വാങ്ങി നിന്നുകൊണ്ട് നിന്റെ ഈ ജനത്തിന് വേണ്ടി പാപപരിഹാരവും സൃഷ്ടിക്ക് മുഴുവനും മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ സമൃദ്ധമായ നിന്റെ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകളെ ആടുകളിൽ നിന്റെ നന്മകൾ വർഷിക്കണമേ. കടക്കാരുടെ കടപത്രം കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ നീ ക്ഷമിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ നീ പരിപൂർണമായി വിസ്മരിക്കണമേ. തെറ്റിപ്പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് നിന്റെ തിരുമുമ്പാകെ സമ്മേളിക്കുവാനിട വരുത്തണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചകളിൽ നിന്റെ പരിശുദ്ധ റൂഹ ഇറങ്ങി ആവസിക്കണമേ. അവൻ ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അധർമ്മങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങൾ ഓരോരുത്തരെയും അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശു വബകൂൽ സുബ്ഹാൻ ലവൽ മീൻ. ആമേൻ. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമീൻ. ബലഹീനനും പാപിയുമായ ഈ ദാസൻ ഏറ്റുപറയുന്നു. കദീസ് അബോ കാദിശോ. ആമീൻ. കാദീസ് ബ്രോ കാദിശോ. ആമീൻ. കാദീസ് റുഹു ആയു കാദീസ്. നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചവരുടെയും ആത്മാക്കളിലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സിലോ നീ കരുണ ചെയ്തുകൊണ്ട് പാപിയായ ഈ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ആമേൻ. ബാർക്കുമോ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പോന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും
പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകറൂഹായാലും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാർക്കുമോർ സ്തോമൻ ഗാലോസ് കർത്താവേ, ഈ സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോ, നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസീദാസന്മാർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോൾ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തും വിശുകാലംബരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായതാ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി
അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത്, പിതാവായ ദൈവമേ, നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ബാർക്കുമോ ബാറേ മുറിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ സ്ത്രീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദൽവോലം അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. ബാർക്കുമോ ബാറേ ശിഷ്യരായ തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദൽവോലം എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നവരെ നിങ്ങൾ ഓർമ്മിക്കുവിനെന്ന് അപ്പോൾ തന്നെ അവൻ സ്ലീഹന്മാരോട് കൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭാരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരോനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ എഴുന്നള്ളത്തിന്റെ ഭയങ്കര അടയാളങ്ങളും ഞങ്ങൾക്ക് മറക്കാവുന്നതല്ല. ഇരുഹിരുവാ നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവ്വം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമാ നിന്റെ ദാസൻ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാർക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധരൂക, സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. പരിശുദ്ധാത്മാവേ, അപ്പത്തെ ആസ്വദിച്ച് നമ്മുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി മാറ്റട്ടെ. ആമേൻ.
അവൻ ഈ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായി മിശിഹായുടെ രക്തമാക്കി രൂപാന്തരപ്പെടുത്തട്ടെ. കർത്താവേ, തിരുശരീരവും തിരുരക്തത്തിലും പങ്കുകൊള്ളുന്ന എല്ലാവരെയും നിന്നോടുകൂടി ആനന്ദിപ്പിക്കണമേ. ഹോസ് വബ്കൂൽ സുബ്ഹാൻ ലവൽ മീ. ബാർക്കുമോർ നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറോൻ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബയ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ നാബോൻ തോമസ് യൗസേബിയോസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും കശിഷന്മാർ, ശമാശന്മാർ, ദയറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഹോസ് വബ്കൂൽ സുബ്ഹാൻ ലവൽ മീൻ. ബാർക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദിഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയാമാർഗത്തിലൂടെ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാനചിത്തരാക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഹോസ് വബ്കൂൽ സുബ്ഹാൻ ലവൽ മീ. ബാർക്കുമോർ ശുദ്ധമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദേവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും നിബിയന്മാർ, ശ്ലീഹന്മാർ, പ്രസംഗകർ, ഏവൻഗേലിസ്തന്മാർ, സഹദേവന്മാർ, മോദ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ സംരക്ഷണ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെയും ചേർത്തുകൊള്ളണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാർക്കുമോർ കുറ്റമില്ലാത്തതും ശ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച സത്യവിശ്വാസങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഭാഗ്യകരാമിധം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. ബാർക്കുമോർ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ചു നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച്
3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, ഞങ്ങളുടെ മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരയായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും തിരുമുൻപിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, സർവാദരണീയവും സംപൂജ്യമായ നിന്റെ നാമം നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ആമീൻ. തന്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനെ നിൻ വാതിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുന്നു ദാസനാദം ബാരക്കുമോ കൂറിയേലായിസോ. യാചിക്കും ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയാരെ തള്ളിയിടല്ലേ ബാരക്കുമോ കൂറിയേലായിസോ. അലിവോടു ശിക്ഷിച്ചടിയാരേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അരിശം നീക്കി കാക്കണമേ ബാരക്കുമോ കൂറിയേലായിസോ. ബാരക്കുമോൾ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോൻ. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം ഉച്ചത്തിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാനായി ഞങ്ങളുടെ വായ്കളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ബുദ്ധിയെ മനസ്സിനെ നിർമ്മലമാക്കുകയും ചെയ്യണമേ. നിന്റെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ ഞങ്ങൾ ഏറ്റുചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയെ നീ എപ്പോഴും ഞങ്ങൾക്ക് സഹായം പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ.
എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമായ നിന്റെ വലത്തെ നീട്ടി ഞങ്ങളെല്ലാവരെയും ആസ്വദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിനും രക്തത്തിനും വിശുദ്ധിയോടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരമാരോടുകൂടി നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മൗത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ആനന്ദമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബാർക്കുമോൻ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവ വിശുദ്ധിയും പഠിപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമീൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമീൻ. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. ആമീൻ. തന്റെ തിരുമേനിടവലേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ആമീൻ. ഉണ്ടായതും ഉണ്ടാവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ. ആമീൻ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം. നയവാൻമാർ പുണ്യപ്പെട്ടോ ഒന്നേകുമവകാശ്വാസം പുത്രൻ ദൈവം മുറിയോരാകെ വിശ്വാസ പരിശീലനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും അവരെ വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുവാൻ ദൈവസന്നിധി പ്രതിജ്ഞയെടുത്ത് അവരെ പഠിപ്പിക്കുന്ന മതാധ്യാപകരെയും ദൈവകരങ്ങളിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വർഷം ഇതുവരെയും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ദൈവവചനം പഠിക്കുന്നതിന് നമുക്ക് സാധ്യമായിട്ടില്ല. വിശ്വാസം അത് മുറുകെ പിടിക്കുന്നതിനും വിശ്വാസ തീഷ്ണതയിൽ പുതിയ തലമുറ രൂപപ്പെട്ടു വരുന്നതിനും കുഞ്ഞുമക്കളെ ഈ പരിശുദ്ധ ബലിപീഠത്തോട് ചേർത്ത് സമർപ്പിക്കുന്നു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി വളർന്നു വന്ന് അത് വലിയ മാതൃകയായി പുതിയ തലമുറയ്ക്ക് അനുഗ്രഹമായി ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ആ യേശുവിനോട് ചേർന്ന് കുഞ്ഞുമക്കളെ സമർപ്പിക്കാം.
പുതിയൊരു തലമുറ അനുഗ്രഹത്തിൻ്റെതായൊരു തലമുറയായി മാറുന്നതിന് നമുക്കൊന്നു ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അവരെ വിശ്വാസ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ മാതാപിതാക്കന്മാരെയും മത അധ്യാപകരെയും അവർക്ക് നേതൃത്വം നൽകുന്ന സഭയിലെ എല്ലാ അധികാരികളെയും ദൈവകരങ്ങൾ സമർപ്പിക്കുവാൻ ഈ സമയം നമുക്ക് ദൈവകരങ്ങളിൽ അവരോരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവ കൂട്ടായ്മയിലെ എല്ലാ കുഞ്ഞുമക്കളെയും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ വളരുന്നതിന്, സുരക്ഷിതമായി ഭവനങ്ങളിലായിരിക്കുന്നതിന് അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുമക്കൾ ദൈവകരങ്ങളിൽ പ്രത്യേകം ഈ മഹാമാരിയുടെ ശമനത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉയരുമ്പോൾ അത് വലിയ അനുഗ്രഹത്തിന് കാരണമാകും. വിശ്വാസത്തോടെ കുഞ്ഞുമക്കളെ ഈ ദൈവ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയായോ ഹാലേലൂയാ നിൻബല ഭാഗേ രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയായോ ഹാലേലൂയാ നിൻ ജനമോർക്കായികൾ പ്രതിഗ്രഹവും ബാറിക്കുമോ സുബഹോലാബോലെ ബ്രോവൽ റൂഹോ കാദീശോ മൻമൂലം വാദാമിലമൂലം ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയണക്കേണം സൗമൻ കാലോസ് കുറിയേലായിസോ മന്നമകൾ കായി സ്ലോമോ വന്നേകിദൂതവരൻ നിന്നോടു കൂടെ നാദൻ നിൽ തന്നുദയമതും പാറിക്കുമോ സുബഹോലാബോലെ ബ്രോവൽ റൂഹോ കാദീശോ അഖില ജഗൽ പതിയേ നായക നായേറ്റി ഘോഷിച്ചാൽ അതിബഹുമാനീച്ചു മറിയാം വലുതാം പടവായ്ത്താൻ മുറിയോറാകെ മലയും നുവാദാറേ നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ളർദ്ധന നീ ഏകാത്മജനോടർത്തിക്കാം ഞങ്ങളിലാദ്രത തോന്നീടാൻ നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയാ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് എന്റെ ദാസീദാസന്മാരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായ നിന്റെ വലത്തുവേ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആസ്വദിക്കണമേ. വലിയവനും ഞങ്ങളുടെ രക്ഷകനുമായ
യേശുമിശിഹാവുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടാകട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിക്കുന്നവരും സംബന്ധിച്ചവരിലും പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ, എന്നേക്കും നിനക്ക് സ്തുതി. ബാർക്കുമോ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാണ് തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. സ്തുതി ദൈവത്തിനുയരത്തിൽ തൻ മാതാവിനുന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക. ഹല്ലേലൂയ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ തിരുശരീരവും പാനം ചെയ്ത പാപപരിഹാരപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷാവിധിക്കോ ഞങ്ങളുള്ള പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോ നൽ ശരണം നീയേ. മൃതർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. കർത്താവേ, ദൈവികമായ വിരുന്ന് സന്തുഷ്ടരാ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യോളം നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന പരിശുദ്ധാത്മാവിനെ ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താനും ഭാഗ്യ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനുമാ ദൈവമേ, ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ജനകനായ പിതാവാ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാരക്കുമോ. സ്തോത്രം ഞങ്ങൾ ഏവരുമങ്ങേ കേകിടുമെന്നും നിൻ താതന്നും റൂക്കുദിശായ്ക്കും സ്തുതി പാടിയിടും. നിൻ തിരുഗാത്രം കൈക്കൊണ്ടോര ഞങ്ങളെ നാഥ ദുഷ്കൃതമഖിലം നീക്കി സദയം പാലിക്കണമേ.
ദൈവമേ പരമോന്നതനേ സ്ഫടികരദസ്ത നീയൊരുവൻ തൻ മരണവിഹീനൻ യേശു ക്രിസ്തു ഈ തിരുബലി നീ കൈക്കൊള്ളേണമേ യോബ് സുമലമേ ദാവീദരജൻ അർപ്പിച്ചതുപോ നിർമ്മലയാകും കന്യാമറിയം നിന്മാതാവും നിന്നവതാരം മുന്നറിയിച്ച നിബിയന്മാരും നീതി സൂര്യൻ തന്മുന്നോടി ഭാസുര താരം യോഹന്നാനും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. കാഴ്ചയിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ലവരാം ഈറയരാനന്ദിക്കേണം. സഹോദരങ്ങളും വാത്സല്യ ഭാദിനങ്ങളുമേ, കർത്താവിന്റെ പാപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാവർഷത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവിൻ. ആമേൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിന്റെ ജയമുള്ള സ്ലീബായ ലക്ഷ്യത്തിലും വിശുദ്ധ മാമോദീസയുടെ റൂസ്മായാൽ മുദ്രിതരുമേ ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, കുറ്റങ്ങൾ ക്ഷമിക്കും, ഇവിടെ മരിച്ചവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ബലഹീനനും പാപിയുമായി ദാസ് ഇവിടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവിൻ എന്നും എനിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്വൻ. ആമേൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.